നമസ്കാരം, എല്ലാവർക്കും ഫുഡ് സ്റ്റോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ട് മൈദയൊന്നും ചേർക്കാത്ത ഒരു പോളയാണ്. മുട്ട വെച്ചിട്ടാണ് നമ്മുടെ ഫില്ലിങ് അതിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ജീരകശാലയാണ്. നമുക്ക് പച്ചരി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു കപ്പ് ഞാൻ 4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ അരി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും പിന്നെ 3 മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. സോ നമ്മുടെ അരിയൊക്കെ നല്ലോണം ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2.5 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പോളയുടെ ബാറ്റർ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസായിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് കളർ ആകുമ്പോഴത്തേലും നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സ്പൈസസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നല്ലോണം സോട്ടായി വരുമ്പോൾ നമുക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ആ ഒരു എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്ന വരെ ഒരു 2-3 മിനിറ്റ് പിടിക്കും. അപ്പോഴത്തേക്കും നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫൈനൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അപ്പോൾ ഞാൻ പുഴുങ്ങി വെച്ച മുട്ടയാണ് 3 എണ്ണം. അത് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം, ഒരു കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് അത് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഹാഫ് പോർഷനും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ബാറ്റർ ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നത്. ഫില്ലിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, സൈഡിലേക്ക് ആവരുത്. സൈഡിലേക്ക് ഇട്ടാൽ നമുക്ക് പെർഫെക്റ്റ് റൗണ്ടായിട്ട് കേക്ക് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാക്കി ഹാഫ് പോർഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മളിവിടെ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ടൊമാറ്റോ ആണ്, നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗ്രീൻ ടച്ച് വരാൻ വേണ്ടിയിട്ട് കൊറിയാണ്ടർ ലീവ്സ്, നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഒരു സ്പാറ്റിൽ യൂസ് ചെയ്തിട്ട് ചെറിയ പ്രഷർ കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 20-25 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അത് ഫ്ലിപ്പ് ചെയ്തതും കുക്ക് ചെയ്തതിനുള്ള വീഡിയോ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഡിലീറ്റ് ആയി പോയതാണ്, സോറി. അപ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെരി പോള. അപ്പോൾ അതിൽ ആ സ്റ്റെപ്പ് എപ്പോഴാണെന്നുള്ള ടൈമും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നത് വരെ ബൈ.